Dear students, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പൾസ് റഡാർ ആണ്. പൾസ് റഡാർ. ഓക്കെ, നമ്മൾ എന്താണ് പൾസ്ഡ് റഡാർ എന്നുള്ളത് തൊട്ട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റഡാർ സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷൻസിൽ പറഞ്ഞിരുന്നു. സോ പൾസ് റഡാർ എന്ത് ചെയ്യും? ഈ ട്രാൻസ്മിറ്റ് സീക്വൻസ് ഓഫ് ഷോർട്ട് പൾസ് ഓഫ് RF എനർജി, ചെറിയൊരു പൾസ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുക ചെയ്യുന്നത്. സോ ഇവിടെ സാധാരണഗതിയിൽ ഒരു ചെറിയൊരു പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യും, അതിന്റെ എക്കോ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും, എന്നിട്ടാണ് അടുത്ത പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ പൾസ് radar transmit a sequence of short pulses of RF energy, and the pulse interval is so designed that the echoes are conveniently received before next pulse is transmitted. ഞാൻ പറഞ്ഞ സെയിം കാര്യം തന്നെ. By measuring the time for echoes of these pulses scattered off the target and return to the radar, the range of the target can be estimated by the pulse radar. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളൊരു സിഗ്നൽ ചെറിയൊരു ഷോർട്ട് പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യും, ഇനി അതിന്റെ എക്കോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും, വെയിറ്റ് ചെയ്ത് അത് റിസീവ് ചെയ്തതിന് ശേഷം മാത്രം നെക്സ്റ്റ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ. സോ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്? എക്കോസ് ടാർജറ്റിൽ നിന്ന് വന്ന എക്കോസ് തിരിച്ച് റഡാറിൽ എത്തുന്നിടം വരേക്കും നമ്മൾ വെയിറ്റ് ചെയ്ത് ആ പറയുന്ന റേഞ്ച് നമ്മൾ എന്ത് ചെയ്യും? സാധാരണ അനലൈസ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു പൾസ് റഡാറിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രാം ആണ് കാണിച്ചിരിക്കുന്നത്. സോ ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? ഒരു പൾസ് റഡാറിനകത്ത് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആന്റിന പോർഷൻ ആണ്. ഓക്കെ, ഈ ആന്റിന പോർഷനകത്ത് നമുക്ക് ശരിക്കും എന്തൊക്കെയാണുള്ളത്? ഈ ആന്റിന പോർഷൻ ഇങ്ങോട്ടേക്ക് ഡ്യൂപ്ലെക്സർ ഉണ്ട്, ഇവിടെ ഒരു പൾസ് മോഡുലേറ്റർ ഉണ്ട്, അതിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കറസ്പോണ്ടിങ് പൾസ് മോഡുലേറ്റർ ഉണ്ട്, പിന്നെ ഈ ഡിറ്റക്ടർ സെക്ഷൻസ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ ഒന്ന് വേവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ട്രാൻസ്മിറ്റർ സെഷൻ കാണിച്ചിട്ടില്ല അല്ലേ? സോ എന്താണ് ഇതിനകത്തുള്ളത്? നമുക്ക് ഡ്യൂപ്ലെക്സർ ഉണ്ട്, ഇതിന്റെ അക്രോസ് ആയിട്ട് നമുക്ക് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നതാണ് ഏതാണ്? പൾസ് മോഡുലേറ്റർ, ആംപ്ലിഫയർ ആൻഡ് വേവ് ഫോം ജനറേറ്റർ. ഇതെല്ലാം നമ്മുടെ റഡാർ മോഡുലേറ്റേഴ്സ് ആണ്. സോ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് എടുത്തു വെച്ച് നോക്കാം. സോ ഫസ്റ്റ് റീജിയൻ നമ്മുടെ ഏതാണ്? ഫസ്റ്റ് റീജിയൻ എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്മിറ്റർ സെഷൻ ആണ്. ഫസ്റ്റ് റീജിയൻ എന്ന് പറയുന്നത് വൺസ് അഗൈൻ, സോ നമ്മുടെ ട്രാൻസ്മിറ്റർ റീജിയൻ. ഓക്കെ, സോ ദിസ് ഇസ് ദ ട്രാൻസ്മിറ്റർ സെഷൻ. So the heart of the transmitter section എന്ന് പറയുന്നത് ഏതാണ്? മൈക്രോവേവ് ട്യൂബ് ആണ്, which produces pulses of power at the radio frequency for which it is designed. So എന്താണ് ട്രാൻസ്മിറ്റർ ചെയ്യുന്നത്? റേഡിയോ ഫ്രീക്വൻസിയിലുള്ള ഒരു സിഗ്നൽ ജനറേറ്റ് ചെയ്തിട്ട് അതെന്ത് ചെയ്യാണ്? ട്രാൻസ്മിറ്റ് ചെയ്യുക. സാധാരണഗതിയിൽ നമ്മൾ ട്രാൻസ്മിറ്റർ ട്യൂബ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റഡാർ സിസ്റ്റത്തിൽ ഈ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നത്. ഏതൊക്കെയായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്? മാഗ്നട്രോൺ ആൻഡ് ക്ലൈസ്ട്രോൺ. സോ മാഗ്നട്രോൺ നമുക്കറിയാം, it is an oscillator tube, and the klystron is usually operated as a power amplifier. Okay, next one, radar modulators. So radar modulators are used to turn on and off to generate the desired pulses, and it provides rectangular pulses and acts as a supply voltage to high frequency signal generator. Normally hydrogen thyratron modulator is the most common radar modulator, and the shape and duration of the pulse are determined by the electrical characteristic of the pulse forming network and of the pulse transformer. Okay, so next block എന്ന് പറയുന്നത് duplexer ആണ്. As a single antenna is used for transmitting as well as receiving, it is required to alternatively connect the transmitter and the receiver to the antenna on the time shared basis. ഒറ്റ ട്രാൻസ്മിറ്റർ ആണ് ശരിക്കും പറയുന്നത്, ഒറ്റ ആന്റിന ആണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഒരു ടൈം ഷെയർഡ് ബേസിസിൽ എന്ത് ചെയ്യണം? അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഡ്യൂപ്ലെക്സർ യൂസ് ചെയ്യുന്നത്. The receiver must be protected from damage caused by the high power of the transmitter while in the reception of the echo signals. The duplexer directs the signals to the receiver, not to the transmitter. One signal transmit ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂപ്ലെക്സർ എന്ത് ചെയ്യും? അത് ഈ പറയുന്ന ട്രാൻസ്മിറ്ററിൽ നിന്ന് കട്ടായിട്ട് ഇതിനെ എങ്ങോട്ടേക്ക് കണക്ട് ചെയ്യും? റിസീവറിലേക്ക് കണക്ട് ചെയ്യും. ഇനി സിഗ്നൽ വരുമ്പോഴത്തേക്ക് അത് എങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും? റിസീവറിലേക്ക്. ആ റിസപ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എഗെയിൻ തിരിച്ച് ട്രാൻസ്മിറ്ററിലേക്ക് സ്വിച്ച് ചെയ്യും. ഇനി നെക്സ്റ്റ് വൺ, ആന്റിന. The output of the transmitter is delivered to the antenna by a waveguide or other form of transmission lines where it is radiated into space.
And the receiver is usually നമ്മൾ യൂസ് ചെയ്യുന്ന receiver എന്ന് പറയുന്നത് super heterodyne receiver ആണ്. The first stage is the low noise RF amplifier which amplifies the received weak echo signal. Next one, mixer and local oscillator. The mixer and local oscillator converts the RF signal output from RF amplifier to low frequency signals called intermediate frequency. It consists of semiconductor crystals for low noise requirements and provide frequency close to that of the transmitter. So mixer function എന്താണ്? അത് രണ്ട് സിഗ്നൽസ് തമ്മിൽ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ എന്ത് ചെയ്യും? മിക്സറും ലോക്കൽ ഓസിലേറ്ററും നമ്മൾ കൊടുക്കുന്ന ഫ്രീക്വൻസിയും കൂടെ എടുത്തിട്ട് RF സിഗ്നലിനെ നമ്മൾ ഒരു ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി, അതായത് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഫ്രീക്വൻസി സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? മിക്സർ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ, IF amplifier. After conversion to the intermediate frequency, the signal should be amplified in several intermediate frequency amplifier stages. എന്തിനു വേണ്ടിയിട്ട്? സിഗ്നലിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട്. Most of the gain of the receiver is developed in the IF amplifier stages, and the overall bandwidth of the receiver is often determined by the bandwidth of the intermediate stages. Okay. Next one, master filter. Master filter എന്താ ചെയ്യുന്നത്? It maximizes detectability of weak echo signals and attenuates unwanted signal. അതായത് നമുക്ക് ആവശ്യമുള്ള സിഗ്നലിനെ അതിനെ എന്ത് ചെയ്യാണ്? അതിന്റെ ഡിറ്റക്റ്റബിലിറ്റി കൂട്ടുക, അതേപോലെ അൺവാണ്ടഡ് സിഗ്നൽസിനെ എന്ത് ചെയ്യാണ്? സപ്രസ് ചെയ്യുക. That is, it optimizes signal to noise ratio. Next one, detector. So the detector in the receiver converts the intermediate frequency pulses to video pulse, and the symbol form of a detector is a diode detector, and it detects the pulse envelope. Okay. Next one, video amplifier എന്തായിരിക്കും? So പേരിനകത്ത് തന്നെയുണ്ട്. It's fundamentally RC coupled amplifier that uses high gain transistors UC, and the output stage of the receiver is normally an emitter follower ആയിരിക്കും. Low impedance output of the emitter follower matches the impedance of the cable. Okay. And the display unit. The received video signals are then later എന്ത് ചെയ്യും? നമ്മൾ ഒരു radar display, CRO പോലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിസ്പ്ലേ ഡിവൈസസിലേക്ക് നമ്മൾ കണക്ട് ചെയ്യും for further observations and actions. So different types of display devices are there. Type A display presents only range. There are different types of display ഉണ്ട്. Type A display ഏത് മാത്രം കാണിക്കുള്ളൂ? range മാത്രം. PPA display provides both range and bearing. Type B display provides azimuth and range. Next, type C and D and H display presents azimuth and elevation. And the type B display presents range and elevation. So ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്, പൾസ് റഡാറിനകത്തുള്ളത്. Okay, thank you.